രാജയ്ക്ക് MLA ആയി തുടരാം. ദേവികുളം തെരഞ്ഞെടുപ്പ് വിജയം സുപ്രീം കോടതി ശരിവെച്ചു. എ രാജയെ MLA സ്ഥാനത്ത് നിന്ന് ഹൈക്കോടതി അയോഗ്യനാക്കിയ ഉത്തരവ് റദ്ദാക്കി. TG സജിത്ത് ചേരുന്നു. സജിത്ത്, ദേവികുളം ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമോ എന്നുള്ള ചോദ്യത്തിനും ഉത്തരമായിരിക്കുന്നു. ഇതുവരെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങളെല്ലാം തിരികെ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു വിധി കൂടിയാണോ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്? CPM-നെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആശ്വാസകരമാകുന്നു? അപർണ, വളരെ ആശ്വാസകരമായ വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നത്. അത് CPM-ന് രാഷ്ട്രീയപരമായും എ രാജയ്ക്ക് വ്യക്തിപരമായും കൂടി ആശ്വാസകരമാണ്. കാരണം നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് 4 വർഷം ആയിട്ടുകൂടി അനിശ്ചിതത്വം നിരവധി ഉണ്ടായിരുന്നു. തുടക്കം മുതൽ തെരഞ്ഞെടുപ്പ് കേസുകളായിരുന്നു. അതിനൊടുവിലാണിപ്പോൾ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ തീരുമാനമുണ്ടാവുന്നത്. ഈ കേസിന്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. സംവരണ സീറ്റിൽ സംവരണ യോഗ്യതയില്ലാത്ത എ രാജ മത്സരിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം തൊട്ടു പിന്നാലെ D കുമാർ UDF സ്ഥാനാർത്ഥി മുന്നോട്ട് വെച്ച കേസാണ്. 1992 കുണ്ടള എസ്റ്റേറ്റിലുള്ള CSI പള്ളിയിൽ ഈ D രാജയുടെ കുടുംബാംഗങ്ങൾ മതം മാറുന്നതാണ്, ക്രിസ്തു മതത്തിലേക്ക് മതം മാറുന്നതാണ്. ഇത് സംബന്ധിച്ച നിരവധി രേഖകൾ എതിർ സ്ഥാനാർത്ഥി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് D രാജയും അദ്ദേഹത്തിന്റെ കുടുംബവും ക്രിസ്തുമത വിശ്വാസികളാണെന്നും അത് സംബന്ധിച്ച് ആ വിശ്വാസം ഇപ്പോഴും തുടരുന്നതുമായി ബന്ധപ്പെട്ട നിരവധി രേഖകളാണ് കോടതിക്ക് മുന്നിലെത്തിയത്. ഹൈക്കോടതി ഈ രേഖകൾ പരിഗണിച്ചുകൊണ്ടാണ് 2023 നിയമസഭാംഗത്വം റദ്ദ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം എടുത്തത്. ഇത് പിന്നീട് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന് UDF-ഉം പ്രതീക്ഷിച്ചു. കാരണം ഹൈക്കോടതി തീരുമാനം ശരിവെക്കുമെന്നാണ് അവരും കരുതിയത്. പക്ഷേ സുപ്രീം കോടതിയിൽ മറ്റ് ചില നിർണായക രേഖകൾ D രാജ ഹാജരാക്കി എന്നതാണ് ഈ കേസിൽ ഇപ്പോൾ അനുകൂലമായ തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായതിൻ്റെ സാഹചര്യം. ആ സാഹചര്യം ഇങ്ങനെയാണ്. അതായത് 1950 മുമ്പാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് തേയില എസ്റ്റേറ്റിൽ ജോലിക്ക് വേണ്ടി എത്തിയതാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം. വളരെ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മാതാപിതാക്കൾ അപ്പോഴേക്കും എത്തിയത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. തമിഴ്നാട്ടിൽ സംവരണത്തിന് യോഗ്യതയുള്ള ഹിന്ദു പറയർ വിഭാഗത്തിലുള്ളവരായിരുന്നു. കേരളത്തിലേക്ക് വരുമ്പോഴും തങ്ങൾക്ക് ആ യോഗ്യത ഉണ്ടാവണം എന്നതാണ് വാദം വന്നത്. രാജ്യത്ത് ഈ പട്ടികജാതി സംവരണ നിയമം നിലവിൽ വരുന്ന 1950-ലാണ്. എന്നാൽ ഇതിനു മുമ്പ് തന്നെ ഇവർ കുടിയേറി എന്നതായിരുന്നു എ രാജയുടെ അവകാശവാദം. അതുകൊണ്ട് തമിഴ്നാട്ടിൽ കിട്ടിയിരുന്ന യോഗ്യത ഇവിടെയും തങ്ങൾക്ക് കിട്ടാൻ യോഗ്യരാണ് എന്നതാണ് ഇവർ ഉന്നയിച്ച വാദം. എന്നാൽ ഇത് സംബന്ധിച്ച രേഖകൾ എന്തൊക്കെയെന്നതായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യം. ഈ സുപ്രീം കോടതിയുടെ ഈ ചോദ്യത്തിന് മറുപടി എന്നോണം എ രാജ സമർപ്പിച്ച ചില നിർണായക രേഖകൾ ഇക്കാര്യത്തിൽ തെളിവായി. അതായത് കണ്ണൻ ദേവൻ ഹിൽ പ്ലാന്റേഷൻസ് കമ്പനിയിൽ എ രാജയുടെ മുത്തശ്ശി പുഷ്പമടക്കമുള്ളവർ 1949 കാലഘട്ടത്തിൽ ജോലി ചെയ്തിരുന്നതുമായി ബന്ധപ്പെട്ട രേഖകളാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഈ കണ്ണൻ ദേവൻ ഹിൽ പ്ലാന്റേഷൻസ് ജനറൽ മാനേജറാണ് ഈ ഇത് സംബന്ധിച്ച രേഖകൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. അങ്ങനെ ഈ രേഖകൾ ഈ കേസിൽ നിർണായകമായെന്നാണ് മനസ്സിലാക്കുന്നത്. അത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി അനുകൂലമായ തീരുമാനമുണ്ടാവുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും എ രാജയ്ക്ക് അനുകൂലമായ കോടതി ഉത്തരവ് വരുന്നു എന്നതാണ് സാഹചര്യം. ക്രിസ്തുമത വിശ്വാസിയാണ് ഇപ്പോഴെങ്കിലും മുൻകാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു വിഭാഗത്തിൽ സംവരണ വിഭാഗത്തിൽ നിന്നും കുടിയേറി വന്നവരാണ് എന്ന പരിഗണന നൽകിക്കൊണ്ടാണ് ഇക്കാര്യം അംഗീകരിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടാകുന്നു. D കുമാറിനെ എൻ്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി അനുകൂല തീരുമാനമെടുക്കുന്നത് എന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത് പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടിയായി മാറുകയാണ്. കാരണം ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട് ഏറെ ആശയക്കുഴപ്പം നിലനിന്ന ഒരു കേസ് കൂടിയാണിത്. ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. പിന്നീട് അവിടെ S രാജേന്ദ്രനെ മാറ്റി പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോൾ വലിയ സംഘടനാ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായതാണ്. S രാജേന്ദ്രൻ പിന്നീട് CPM ബന്ധം ഉപേക്ഷിച്ച് മറ്റു നീക്കങ്ങളും ബദൽ നീക്കങ്ങൾക്കും ഒരുങ്ങി അത്തരം നീക്കങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ രാജയുടെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദായാൽ പിന്നീട് അവിടെ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പും തുടർ നീക്കങ്ങളും ഉപതെരഞ്ഞെടുപ്പും ഒക്കെ വലിയ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യം ഉണ്ടായേനെ. പക്ഷേ അത് ഒഴിവാക്കപ്പെടുകയാണ്. എന്തായാലും എ രാജയ്ക്കും CPM-നും ഏറെ ആശ്വാസകരമായ ഹൈക്കോടതി വിധി എന്നതാണ് സാഹചര്യം. മാട്ടുപ്പെട്ടി കുണ്ടള എസ്റ്റേറ്റിലെ അന്തോണി എസ്തർ ദമ്പതികളുടെ മകനായിട്ടാണ് ഈ എ രാജ ജനിച്ചത്. 1992 മുതൽ ഇവർ മതം മാറി, CSI സഭയിലേക്ക് മതം മാറി എന്നതിൻ്റെ രേഖകളടക്കമായിരുന്നു UDF സ്ഥാനാർത്ഥി വാദിച്ചത്. ഈ മതം മാറ്റം അവരുടെ രേഖകളായി ഉണ്ടെങ്കിൽ കൂടിയും 1949 കാലഘട്ടത്തിൽ അവർ കേരളത്തിലേക്ക് വന്ന രേഖകളും അടക്കം അവർ മുമ്പ് പറയർ സംവരണ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്ന രേഖകളടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടായത്. TG സജിത്ത് വിവരങ്ങൾ നൽകുന്നത്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ UDF സ്ഥാനാർത്ഥി തന്നെ നൽകിയ ഒരു വിധി, അത് വലിയ നിയമ പോരാട്ടത്തിലൂടെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന ഒരു വിധി. അത് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയിരുന്നെങ്കിൽ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടാകുമായിരുന്നു. പ്രത്യേകിച്ച് എ രാജയും CPI-യുമായിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതകൾ പോലും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആശങ്ക CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നതായി വിലയിരുത്തപ്പെടുന്നുണ്ടോ സജിത്ത്?
സജിത്ത്, ഒരു തിരഞ്ഞെടുപ്പിലേക്ക് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടന്നിരുന്നെങ്കിൽ അത് ഏത് തരത്തിൽ ആയിരുന്നു ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ CPM തന്നെ ആശങ്കപ്പെടുത്തിയിരുന്നത്? പ്രത്യേകിച്ച് രാജയും CPIയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ പലതവണ വാർത്താ മാധ്യമങ്ങൾ വന്ന സാഹചര്യത്തിൽ ദേവികുളം അവർ സൂചിപ്പിച്ചതുപോലെ ദേവികുളം ഒരു ഉറച്ച ഇടതുപക്ഷ മണ്ഡലമൊന്നുമല്ല. മുമ്പും UDF വിജയിച്ചിട്ടുള്ള സ്ഥലമാണ് ദേവികുളം. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവിടെ CPM വിജയിച്ചു വരികയാണ്. അവിടെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ അടക്കം ഉള്ള വലിയൊരു സ്വാധീനമാണ് CPM അത് ഉപയോഗപ്പെടുത്തിയിരുന്നത്. പക്ഷേ ആ സ്വാധീനത്തിൽ ഇടിവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജേന്ദ്രൻ മറ്റൊരു നിലപാട് സ്വീകരിച്ചതോടുകൂടി അവിടുത്തെ CPM വോട്ടുകളിൽ പ്രത്യേകിച്ച് തമിഴ് വിഭാഗങ്ങൾക്കിടയിലടക്കം വലിയ പിളർപ്പുണ്ടായിട്ടുണ്ട്. അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിഫലിക്കാത്ത തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു പക്ഷേ അത് തിരിച്ചടിയായേക്കാം എന്ന വിലയിരുത്തൽ CPMനുണ്ടായിരുന്നു. ഒപ്പം തന്നെ അവിടെ UDFനകത്തും ചില ഭിന്നതകളുണ്ട്, ഇടതു മുന്നണിക്കകത്ത് പ്രതിസന്ധികളുണ്ട്, അങ്ങനെ പല തർക്കങ്ങളുമുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാകുന്നു, രാജയ്ക്ക് തുടരാമെന്ന സാഹചര്യം വരുന്നത് അത് നിയമപരമായ നേട്ടം മാത്രമല്ല രാഷ്ട്രീയപരമായ നേട്ടം കൂടിയായി മാറുകയാണ്. ഇനി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇക്കാര്യമടക്കം ഈ സുപ്രീം കോടതി ഈ കേസ് ശരിവെച്ചതടക്കമുള്ള വാദങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതല്ല വീണ്ടും രാജ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയാലും ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വന്നിരുന്നേക്കാം. പക്ഷേ ഇപ്പോൾ എന്തായാലും സുപ്രീം കോടതി ആ വാദം തള്ളിയതോടുകൂടി അത് ആ തരത്തിൽ കൂടി ആശ്വാസകരമാണ്. തുടർ തെരഞ്ഞെടുപ്പുകളിലും രാജയ്ക്ക് താൻ സംവരണ വിഭാഗാംഗമാണ് എന്ന നിലപാടിൽ തന്നെ മത്സരിക്കാനും സാധ്യതയുണ്ട്. TG സജിത്ത് വിവരങ്ങൾ നൽകിയത്.